السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد. ഫിഖ്ഹ് പാഠം 81. സാധാരണഗതിയിൽ നിബന്ധനയൊത്ത ദീർഘയാത്രകളിൽ നിസ്കാരം ഖസ്റാക്കാറുണ്ട്. അതായത് 4 റക്അത്തുള്ള ളുഹ്ർ, അസ്ർ, ഇശാ നിസ്കാരങ്ങൾ 2 റക്അത്തായി ചുരുക്കി നിസ്കരിക്കാറുണ്ട്. അങ്ങനെ നിസ്കരിക്കാം. 4 റക്അത്തില്ലാത്ത മഗ്രിബ്, സുബ്ഹ് എന്നീ നിസ്കാരങ്ങൾ ചുരുക്കി നിസ്കരിക്കാൻ പാടില്ല. അതേസമയം 4 റക്അത്തുള്ള ഫർള് നിസ്കാരങ്ങൾ ദീർഘയാത്രകളിൽ, നിബന്ധനയൊത്ത യാത്രകളിൽ ചുരുക്കി നിസ്കരിക്കാവുന്നതാണ്. വഇദാ ദറബതും ഫിൽ അർളി ഫലൈസ അലൈക്കും ജുനാഹുൻ അൻ തഖ്സുറു മിനസ് സ്വലാഹ്. വിശുദ്ധ ഖുർആൻ അത് വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഖസ്റാക്കി നിസ്കരിക്കണമെങ്കിൽ യാത്ര ചുരുങ്ങിയത് 132 കിലോമീറ്ററുകളെങ്കിലും വേണം. 132 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ അത് ദഹാബൻ ഫഖത്ത് എന്ന് കാണാം തുഹ്ഫയിൽ. അങ്ങോട്ടുള്ള പോക്ക് തന്നെ 132 കിലോമീറ്റർ വേണം. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ 132 കിലോമീറ്റർ ഉണ്ടെങ്കിൽ ഖസ്റാക്കാൻ പറ്റില്ല. അങ്ങോട്ട് തന്നെ 132 കിലോമീറ്റർ ഉണ്ടെങ്കിലേ ഖസ്റാക്കൽ ജായിസാവുകയുള്ളൂ. അപ്പോഴേ ഖസ്റാക്കലിനെ അനുവദിക്കുന്ന ദീർഘയാത്രയായിട്ട് ആ യാത്രയെ പരിഗണിക്കപ്പെടുകയുള്ളൂ. വാസ്തവത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ 132 കിലോമീറ്ററുകൾ ഉണ്ടെങ്കിലും യാത്രയെ സംബന്ധിച്ചിടത്തോളം യാത്രയിലുള്ള പ്രയാസങ്ങളും അസൗകര്യങ്ങളും എല്ലാം ഇയാളെ ബാധിച്ചേക്കും. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ 132 കിലോമീറ്റർ ഉണ്ടല്ലോ. അപ്പോൾ 132 കിലോമീറ്റർ ഇയാൾ യാത്ര ചെയ്യുന്നുണ്ട്. പക്ഷേ അങ്ങോട്ട് തന്നെ 132 കിലോമീറ്റർ ഇല്ലാത്തത് കൊണ്ട് ആ യാത്രയിൽ ഖസ്റാക്കാൻ പറ്റില്ല. അപ്രകാരം തന്നെ 132 കിലോമീറ്റർ ഉണ്ടായാൽ മതി. അതിനെടുക്കുന്ന സമയം എത്ര കുറവാണെങ്കിൽ തന്നെയും ഖസ്റാക്കുന്നതിന് തെറ്റില്ല. വളരെ വേഗതയിൽ സഞ്ചരിക്കുന്ന കാരണത്താൽ അയാളുടെ യാത്രയിൽ വലിയ ക്ലേശമൊന്നുമില്ല, പ്രയാസങ്ങളൊന്നും അനുഭവപ്പെടുന്നില്ല. എന്നാലും 132 കിലോമീറ്റർ ഇയാൾ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് നിസ്കാരം ഖസ്റാക്കാവുന്നതാണ്. അത് ജായിസാണ്. പക്ഷേ ഒരു 198 കിലോമീറ്റർ എങ്കിലും ഇല്ലെങ്കിൽ, അഥവാ 3 മർഹല എന്ന് പറയാം. 2 മർഹലയാണ് 132 കിലോമീറ്റർ എന്ന് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ 3 മർഹല അത് 198 കിലോമീറ്റർ ഉണ്ടാകും. അത്രയെങ്കിലും ഇല്ലെങ്കിൽ ഖസ്റാക്കാതിരിക്കലാണ് നല്ലത്. അഥവാ വ്യക്തമായി പറഞ്ഞാൽ 132 കിലോമീറ്ററുകൾ യാത്ര ഉണ്ടെങ്കിൽ തന്നെ ഖസ്റാക്കൽ ജായിസാണെങ്കിലും 198 കിലോമീറ്റർ ഇല്ലെങ്കിൽ പിന്നെ ഖസ്റാക്കാതിരിക്കലാണ് നല്ലത്, പൂർത്തിയാക്കി നിസ്കരിക്കലാണ് നല്ലത്. അതേസമയം 198 കിലോമീറ്റർ ഉണ്ടെങ്കിലോ അവിടെ പൂർത്തിയാക്കി നിസ്കരിക്കുന്നതിനേക്കാൾ അഫ്ളല് ഖസ്റാക്കി നിസ്കരിക്കലാണ് താനും. ഇതെല്ലാം
ഫിഖ്ഹിൻ്റെ കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ടാണ് 198 കിലോമീറ്റർ ഇല്ലെങ്കിൽ അവിടെ പൂർത്തിയാക്കി നിസ്കരിക്കലാണ് അഫ്ദൽ എന്ന് പറയാൻ കാരണം, മഹാനായ അബൂ ഹനീഫ ഇമാമിൻ്റെ മദ്ഹബ് അനുസരിച്ച് ഖസ്റ ആക്കണമെങ്കിൽ 198 കിലോമീറ്റർ വേണം എന്നതാണ്. അപ്പോൾ ആ മദ്ഹബ് പരിഗണിച്ചുകൊണ്ട്, ആ ഖിലാഫ് പരിഗണിച്ചുകൊണ്ട് നമ്മുടെ ഉലമാ ശാഫിഈ മദ്ഹബിലെ പണ്ഡിതന്മാർ പറഞ്ഞു 198 കിലോമീറ്റർ ഇല്ലെങ്കിൽ അവിടെ പൂർത്തിയാക്കി നിസ്കരിക്കലാണ് നല്ലത്. ഖസ്റാക്കുന്നതിനും തെറ്റില്ല, അഫ്ളലായ രൂപം പൂർത്തിയാക്കി നിസ്കരിക്കലാണ്. 198 ഉണ്ടെങ്കിൽ അവിടെ ഖസ്റാക്കലാണ് ശ്രേഷ്ഠമായ രീതിയും. അങ്ങനെയാണെങ്കിലും ചില സന്ദർഭങ്ങളിൽ ഖസ്റാക്കൽ നിർബന്ധമായി വരുന്നുണ്ട്. അതെപ്പോഴാണ്? അത് യാത്രയിലാണ്, ദീർഘയാത്രയിലാണ്. ളുഹർ നിസ്കാരം ഉദാഹരിക്കാം. ളുഹർ നിസ്കാരം പൂർത്തിയാക്കി നിസ്കരിക്കാൻ ഇനി സമയം ബാക്കിയില്ല എന്ന് പറഞ്ഞാൽ, പൂർത്തിയാക്കി നിസ്കരിക്കുകയാണെങ്കിൽ നിസ്കാരത്തിൻ്റെ ചില ഭാഗങ്ങൾ സമയത്തിന് പുറത്തു പോകും. അത്തരം ഒരു സാഹചര്യത്തിൽ അവിടെ ഖസ്റാക്കി നിസ്കരിക്കുകയാണെങ്കിൽ നിസ്കാരം മുഴുവനായും സമയത്ത് ആയി കിട്ടും എന്ന അവസ്ഥയിൽ അവിടെ നിസ്കാരം ഖസ്റാക്കൽ നിർബന്ധമാണ് എന്നും യാനത്ത് പോലെയുള്ള കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഖദ് യജിബുൽ ഖസ്റു ഫീമാ ലൗ അഖറ സ്വലാത്ത ഇലാ അൻ യബ്ഖാ മിൻ വഖ്തിഹാ മാ ലാ യസ്ഉഹാ ഇല്ലാ മഖ്സൂറ. കാരണം എന്താണ്? ലിഅന്നഹു ലൗ അതമ്മഹാ ലലസിമ ഇഖ്റാജു ബഅദി സ്വലാത്തി അൻ വഖ്തിഹാ മഅ തമക്കുനിഹി മിൻ ഇബ്ഖാഇഹാ ഫിൽ വഖ്തി മിൻ ഈഖാഇഹാ ഫിൽ വഖ്തി. മുഴുവനായും സമയത്തിൽ തന്നെ നിസ്കരിക്കാൻ ചാൻസ് ഉണ്ടായിരിക്കെ അല്പഭാഗം സമയത്തിന് പുറത്ത് ആകുന്ന തരത്തിൽ നിർവഹിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് പൂർണ്ണമായും സമയത്തിനുള്ളിൽ നിസ്കരിക്കാൻ സമയമില്ലാത്ത സാഹചര്യത്തിൽ ദീർഘയാത്രക്കാരന് ഖസ്റാക്കൽ നിർബന്ധമായി വരുന്ന സാഹചര്യവും ഉണ്ട് എന്നുകൂടി മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.